കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിലൂടെ നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തിരുവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ പങ്കുചേരാം. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 5-ാം തിരുവചനം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ. ബാബിലോണിൻ്റെ രാജാവായിരുന്ന സൈറസ് ഭരണമേറ്റ വർഷം താൻ ഒരു പ്രതിഷ്ഠയെ പൂജിക്കുകയാണ്. എന്നാൽ ദാനിയേൽ ആ പ്രതിഷ്ഠയെ ആരാധിക്കുവാനോ കുമ്പിടുവാനോ ഒന്നും മനസ്സ് കാണിച്ചില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ദാനിയേൽ കൊടുക്കുന്ന മറുപടിയാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെ മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ആരാധനാ കേന്ദ്രമായിരിക്കേണ്ടത് ജീവിക്കുന്ന ക്രിസ്തുവാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ ശക്തിയിൽ നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്നിനെയും ആരാധിക്കുവാൻ, മറ്റൊന്നിൻ്റെയും പിറകെ പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരരുത്. എന്തിനെയാണോ നമ്മൾ ഏറെ സ്നേഹിക്കുന്നത് അത് ആരാധനയായി മാറും. ആ സ്നേഹിക്കുന്നത് ദൈവമാണെങ്കിൽ അത് ദൈവത്തോടുള്ള ആരാധനയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.